He make us tuna cutlet. കൊച്ചു പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റും അല്ലേ? ഞാൻ പാൻ വെച്ചു, എണ്ണ ചൂടാക്കി, അതിനകത്തോട്ട് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അതൊന്ന് നല്ലതായിട്ട് വഴറ്റി വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് സവോളയും കൂടെ അതിനകത്ത് ഇടുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ പെരുംജീരകപ്പൊടി അതും ഇട്ട് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ ക്യാനിനകത്ത് നമ്മൾ ട്യൂണ ഉണ്ടല്ലോ അത് ഇട്ട് നല്ലതായിട്ട് ട്രൈ ആക്കി എടുക്കുക. അത് കഴിയുമ്പോൾ ഞാൻ 2 പൊട്ടറ്റോ എടുത്തൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഉടച്ച് ഇതിൻ്റെ കൂടെ ചേർക്കുക. പിന്നൊന്നും ഇല്ല, നമ്മൾ മിക്സ് ചെയ്യുക. ഞാൻ പിന്നെ ഈ രീതിക്കാണ് സ്പൂണിനകത്ത് വെച്ചാണ് ഷേപ്പ് ആക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ഷേപ്പായിട്ട് വരും, അല്ലെങ്കിൽ പിന്നെ പല പല ഷേപ്പായിട്ട് വരും. അത് കഴിഞ്ഞ് അതെല്ലാം ഞാൻ അങ്ങനെ എടുത്ത് സ്പൂണിനകത്ത് വെച്ച് ഷേപ്പാക്കി വെക്കുവാണേ. അത് കഴിഞ്ഞ് ഞാൻ ഈ രീതിയിൽ എന്നും ഉണ്ടാക്കുന്നത്. എനിക്ക് മുട്ടയുടെ വെള്ള മാത്രം മതി, മുട്ടയുടെ ഉണ്ണി വേണ്ട. അതിന് ഞാൻ വെള്ള മാത്രമായിട്ട് എടുക്കുവാണേ. കാരണം ഇങ്ങനെയാണ് ഞാൻ എന്നും പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്, അവർക്ക് ഇതാണ് ഇഷ്ടം. അതിൻ്റെ വെള്ളം മാത്രം എടുത്ത് ഇല ഞാൻ മാറ്റി വെച്ചേ. ഇനി ആ വെള്ളം ഞാൻ നല്ലതായിട്ട് അടിച്ചെടുക്കുകയാണ്. ഞാനിത് വറക്കുമ്പോൾ ബ്രെഡിൻ്റെ പൊടിയൊന്നും ചേർക്കാറില്ല. ഞാൻ പാൻ വെച്ചു, എണ്ണ വെച്ചു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഓരോ ഷേപ്പാക്കി വെച്ചിരിക്കുന്ന എടുത്ത് ആ മുട്ടയുടെ വെള്ളയ്ക്കകത്തോട്ട് മുക്കി നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഇടുക. ഞാൻ ബ്രെഡ് പൊടി ഒന്നും ഒരിക്കലും മുക്കത്തില്ല. ഞങ്ങൾക്കെല്ലാം ഇതാണ് ഇഷ്ടം, ഈ ടേസ്റ്റാണ് ഇഷ്ടം. പിന്നെന്താ തിരിച്ചു മറിച്ച് കിട്ടും നമ്മുടെ കട്ട്ലേറ്റിനെ നമ്മൾ പാത്രത്തിലാക്കി. ട്യൂണ കട്ട്ലേറ്റ് അമ്മ ഉണ്ടാക്കി കണ്ടോ? Yeah, I like it. You like it, yeah.